അപകടാവസ്ഥയിലായ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മേരികുളം കൂരാൻപാറ പാലം പുനർനിർമ്മിക്കുവാൻ നടപടിയില്ല. 70 വർഷം മുമ്പ് നിർമ്മിച്ച പാലമാണ് തകർച്ചയെ നേരിടുന്നത്. പാലം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് പാലത്തിലൂടെ ഭാരം കയറ്റിയ വാഹനങ്ങൾ ഓടുന്നതും നിരോധിച്ചിരിക്കുകയാണ്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ കൂരാമ്പാറ പാലം അപകടാവസ്ഥയിലായിട്ട് 10 വർഷത്തിലധികമായി. കൈവരികൾ തകർന്നും പാലത്തിലെ കോൺക്രീറ്റ് വിണ്ടുകീറിയും തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചും ഏതു സമയം തകരുന്ന അവസ്ഥയിലുമാണ്. 70 വർഷം മുമ്പ് നിർമ്മിച്ച പാലമാണ് കാലപ്പഴക്കം കൊണ്ട് തകർച്ചയെ നേരിടുന്നത്. മേരികുളത്തെയും ആലടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് യാത്രായോഗ്യമല്ലാതെ മാറിയിരിക്കുന്നത്. പാലം വളരെ അപകടാവസ്ഥയിലാണ്. ഇതിലെ വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്കൂൾ ബസ്സുകളും പിന്നെ വലിയ വാഹനങ്ങളെല്ലാം ഇതിലെ കടന്നു പോകുന്നതാണ്. ഇനിയൊരു മഴക്കാലത്ത് ഈ പാലം നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല. 70 വർഷം മുമ്പ് നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് പാലം നിർമ്മിച്ചത്. പാലത്തിലൂടെ ഇപ്പോൾ വലിയ വാഹനങ്ങൾ ഓടുന്നതിന് വിലക്കുണ്ട്. പാലം ഏതു സമയം തകരുന്ന അവസ്ഥയിലാണ്. 5 വർഷം മുമ്പ് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ ആവശ്യപ്രകാരം പുതിയ പാലത്തിന് എസ്റ്റിമേറ്റ് എടുത്തിരുന്നു. എന്നാൽ തുടർ നടപടിയൊന്നും ഉണ്ടായില്ല. മേലുള്ള സ്കൂളിലേക്കും കടപ്പന സ്കൂളിലേക്കും കുട്ടികൾക്ക് പോകുന്ന ഈ വഴി തന്നെ സൈഡിൻ്റെ കൈവരി തന്നെ ഒരു ഭാഗം നടന്നു പോയിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് ബസ് ഇടിച്ചത് മലയോര ഇവിടെ പണി അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റും ബസ്സും ഈ റൂട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കൈവരിയുടെ ഒരു ഭാഗം മൊത്തം ഇടിഞ്ഞ് താഴോട്ട് റിവേറ്റ് വരെ പൊളിഞ്ഞ് പോയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഇവിടുന്ന് കടയിൽ നിന്ന് കുറേ റിബണൊക്കെ വാങ്ങിച്ചാണ് അവിടെ കെട്ടിയിട്ട്. ഇത് പഞ്ചായത്ത് അതിലെല്ലാം പോകുന്നവരും കാണുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആരും ഇതിനൊരു നടപടി എടുത്തില്ല. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേ നിർമ്മാണ സമയത്ത് ഭാരം കൂടിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി കടത്തിവിട്ടിരുന്നു. ഇതോടെ പാലം കൂടുതൽ അപകടാവസ്ഥയിലായി. ഈ സമയം വലിയ വാഹനങ്ങൾ കൈവരിയും സംരക്ഷണ ഭിത്തിയും തകർക്കുകയും ചെയ്തു. ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാനുള്ള വീതി മാത്രമാണ് പാലത്തിനുള്ളത്. കൂരാമ്പാറ പാലം പുനർനിർമ്മിക്കണമെന്ന് ആവശ്യം ഉയർന്നിട്ട് 4 നൂറ്റാണ്ടായി. എന്നാൽ അധികൃതർ ഇതുവരെയും കണ്ണു തുറന്നിട്ടില്ല. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.